8,000 രൂപയാണ് എൻ്റെ നേപ്പാളത്തെ മൊത്തം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ട്രക്കിങ് അതേപോലെ തന്നെ നേപ്പാൾ ലോക്കൽ സൈറ്റ് സീയിങ് ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ 8,000 പറഞ്ഞ്. ചെറിയൊരു സ്റ്റൗവും കൂടി വേണം കേട്ടോ. ബോർഡറിൽ നിന്ന് നമുക്ക് കാഠ്മണ്ഡു എത്താനായത് 600 രൂപയാണ്. കാഠ്മണ്ഡുവിൽ റൂമിനായത് ഒരാൾക്ക് 200 രൂപ. പിന്നെ പെർ ടൈം ഫുഡ് ഒരു 100 രൂപ. കാഠ്മണ്ഡുവിലത്തെ ട്രാവൽ എക്സ്പെൻസ് അപ്രോക്സിമേറ്റ്ലി ഒരു 500 രൂപ. പല സൈറ്റിലേക്കും എൻട്രി ടിക്കറ്റ് ഉണ്ട്, നമ്മളെടുത്തില്ലേ. പക്ഷേ എൻട്രി ടിക്കറ്റ് വരുന്നത് ഏകദേശം 300 രൂപയാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് പൊഹ്റെത്താൻ നമുക്ക് 500 രൂപയായി. പൊഹ്റെത്തി അന്ന് തന്നെ നമ്മൾ ഗാൻഡ്രൂക്കിക്ക് വണ്ടി കയറി, അതിന് 300 രൂപയായി. പിന്നെ നമ്മൾ സ്നാക്സും ഫുഡ് ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗാൻഡ്രൂക്ക് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഫുഡിന് നല്ല വിലയാണ്. ഗാൻഡ്രൂക്കിൽ ഒരാൾക്ക് സ്റ്റേനായത് 300 രൂപ. പിന്നെ നമ്മൾ ABC ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ നമുക്ക് സ്റ്റേക്ക് ആയത് 150 രൂപയാണ്. പിന്നെ സ്റ്റൗ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഫുഡൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്യായിരുന്നു. സെക്കൻഡ് ഡേ നമുക്കായത് 250 രൂപ. ഡേ സ്നോഫോൾ കാരണം നമ്മൾ ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചു, 600 രൂപയായി. പിന്നെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് സ്റ്റേയും ഫുഡും കൂടിയിട്ട് ഒരു 1500 രൂപ. ടോപ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. ട്രക്കിങ്ങിൻ്റെ ഇടയിൽ സ്റ്റേ മാത്രമായിട്ടുള്ള ഓപ്ഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോർത്ത് ഡേ സ്റ്റേ മാത്രം ആയത് 200 രൂപ. ലാസ്റ്റ് ഡേ ജിനുന്ന് പൊഹ്റെത്താൻ ഒരാൾക്ക് 625 രൂപ. പിന്നെ പൊഹ്റയിൽ ഒരാൾക്ക് സ്റ്റേ ആയത് 150 രൂപ. പിന്നെ ഫുഡ് 400 രൂപ. പിന്നെ പൊഹ്റയിൽ നിന്ന് സൊനോലി ബോർഡർ എത്താൻ ഒരാൾക്ക് 500 രൂപയായി. നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് ഒരാൾക്ക് 8,000 രൂപ വന്നിട്ടുള്ളൂ.